11ാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ പ്രക്രിയ. നമുക്കറിയാം, മൊത്തം 6 മത്സരാർത്ഥികളാണ് ഇത്തവണ എവിക്ഷൻ പ്രക്രിയ നേരിടുന്നത്. അതിൽ തന്നെ 3 മത്സരാർത്ഥികൾ ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന മത്സരാർത്ഥികളാണ്. സോഷ്യൽ മീഡിയ പോളുകളായാലും അൺഒഫീഷ്യൽ വോട്ടിങ്ങിലൊക്കെ ഏറ്റവും പുറകിൽ നിന്നിരുന്നത് നെവിനായിരുന്നു. അതേപോലെ തന്നെ ലക്ഷ്മി ഉണ്ടായിരുന്നു, ഒരു സമയത്ത് ആര്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഹോട്ട്സ്റ്റാറിൽ ഇതൊക്കെ വോട്ടായി മാറി ആരാണ് മുന്നിൽ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ജിസൈലിൻ്റെ പുറത്താവലും ജിഷിൻ്റെ പുറത്താവലും ഒക്കെ സോഷ്യൽ മീഡിയ പോളുകളായാലും അൺഒഫീഷ്യൽ വോട്ടിങ്ങിലൊക്കെ അവർ മുന്നിൽ തന്നെയായിരുന്നു. പക്ഷേ അവരുടെ പുറത്താവൽ ഹൗസിലുള്ള മത്സരാർത്ഥികളെ പോലെ തന്നെ പ്രേക്ഷകരും ഞെട്ടിയിരിക്കുന്ന ഒരു എവിക്ഷൻ പ്രക്രിയയായിരുന്നു. ഈ ഒരാഴ്ചയും അത്തരത്തിലുള്ള, അതായത് പ്രേക്ഷകരും ഹൗസിലുള്ള മത്സരാർത്ഥികളും ഞെട്ടുന്ന രീതിയിൽ തന്നെയാണോ? കാരണം ഒട്ടും ആക്റ്റീവ് അല്ലാത്ത മത്സരാർത്ഥികൾ അവിടെ നിൽക്കുമ്പോഴാണ് നല്ല ആക്റ്റീവായ പ്രേക്ഷകരുടെ ഇടയിൽ അത്യാവശ്യം അഭിപ്രായമുള്ള മത്സരാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത്. പലരും അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ നോമിനേഷനിൽ വരാതിരിക്കുമ്പോൾ അവരുടെ വോട്ട്, അതായത് അവർക്ക് ദേഷ്യമുള്ള മത്സരാർത്ഥികൾക്ക് ചെയ്യാതെ അവിടെ ഒതുങ്ങിക്കൂടി പാവമല്ലേ എന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത് പലരെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടത് കൊണ്ടാവാം പലരും അവിടെ സേഫായി നിൽക്കുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം സംശയങ്ങളൊക്കെ പലരും സോഷ്യൽ മീഡിയ കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരാഴ്ചത്തെ എവിക്ഷൻ പ്രക്രിയ നമ്മൾ ഞെട്ടുന്ന രീതിയിലായിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മി പുറത്തായി എന്നൊക്കെ പറയുന്നതിൽ കേൾക്കുന്നുണ്ട്. നമുക്കതൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നെവിനാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി എന്നാണ് സോഷ്യൽ മീഡിയ പോളുകൾ മനസ്സിലാവുന്നത്. എന്തായാലും എവിക്ഷൻ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ പറയാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം.